സോ ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പൊ 13ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ പുറത്തേക്ക് ആരെന്നറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം റാണ ബിഗ് ബോസ് നമ്മൾ സീസൺ 8 13ാം ആഴ്ചയിൽ പുറത്തേക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു റാണവിന് അത്യാവശ്യം PR വർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലൊക്കെ വോട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മച്ച് എഫക്റ്റിംഗ് എവിക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കുറച്ച് ആഴ്ചകളായിട്ട് റാണ ഉള്ളപ്പോഴൊക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും റാണവിനെ ഫേവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റാണവിനെ സേവ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ശരിക്കും വോട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ, PR വോട്ടുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുക്കാതെ ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് റാണ. അപ്പം ഇതുവരെ വന്നപ്പോൾ നമ്മൾ പോലും അന്തിച്ചുപോയി, എന്തിനാണ് ഒരു കണ്ടസ്റ്റന്റിനെ ഇങ്ങനെ അവിടെ പിടിച്ചു നിർത്തുന്നത് ബിഗ് ബോസ് എന്നത്. എന്തായാലും ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. റാണവ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. ശരിക്കും റാണവിനെ ഒരു ബലിയാടാക്കി തന്നെയാണ് അവിടെ വെച്ചിരുന്നത്. അപ്പൊ കഴിഞ്ഞ ഒരു വീക്കും അവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ ഞാനും കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ജെഫ്രി, അൻഷിത എന്നിവരുടെ എവിക്ഷന്റെ സമയത്തും പറഞ്ഞിരുന്നത് ഇത് ശരിക്കും ഒരു ബലിയാടാക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വിജയ് ടെലിവിഷന് വേണ്ടി അല്ലെങ്കിൽ വിജയ് TVയുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള 1-2 കണ്ടസ്റ്റൻസ് ഫൈനൽ സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി ആ ഒരു 13-14ാമത്തെ ആഴ്ചയിൽ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് റാണവിനെ ഫിസിക്കൽ ഇഞ്ചുറി ആയിരുന്നിട്ട് കൂടി പുറത്തേക്കാക്കാമായിരുന്നു. TTF ടാസ്കുകൾ വരികയാണ് കഴിഞ്ഞ ആഴ്ച നടക്കാൻ പോകുന്ന ആ ഒരു സമയത്ത്. ജെഫ്രി അതുപോലെ തന്നെ അൻഷിത എന്നിവരെ പോലെയുള്ളവരെ പുറത്താക്കിയിട്ട് റാണവിനെ അവിടെ പിടിച്ചു നിർത്തി. റാണവിനെ ആ ഒരു ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിൽ പുറത്താക്കിയിട്ട് ജെഫ്രി അല്ലെ അൻഷിതയെ ആരെങ്കിലും ഒരാളെ നിർത്തിയിരുന്നെങ്കിൽ മികച്ച രീതിയിൽ നല്ലൊരു TTF ടാസ്കുകൾ നടത്താമായിരുന്നു ബിഗ് ബോസിനെ സംബന്ധിച്ച്. അത് നടത്താതെ റാണവിനെ പിടിച്ചു നിർത്തിയപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ എവിഷനിൽ പറഞ്ഞിരുന്നു ബലിയാടാക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ ഒരാഴ്ചത്തേക്ക് എവിഷനിൽ അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഈ പറയുന്നത് പോലെ എവിക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ റാണവിനെ പിടിച്ചു തൂക്കി വെളിയിലേറി എന്നിട്ട് അവരെ സേവ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഒഫീഷ്യലി നമുക്ക് അറിയാൻ കഴിഞ്ഞതും റാണവിന് അത്യാവശ്യം വോട്ടുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു, PR വർക്കോ എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും. എന്നാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അരുണ്, പവിത്ര എന്നിവർക്കൊക്കെ വോട്ട് കുറവാണ്. അതുപോലെ തന്നെ ജായ്ക്കലിന് വോട്ട് കുറവാണ്. അപ്പം ഇവരെയൊക്കെ ഒരു പരിധി വരെ സേവ് ചെയ്യാൻ, അടുത്ത ആഴ്ചയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി റാണവിനെ തൂക്കിയിരിക്കുകയാണ്. അടുത്തൊരു കണ്ടസ്റ്റൻസിന്റെ എവിക്ഷൻ കൂടി നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ കറക്റ്റ് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഇടുന്നതായിരിക്കും. കാരണം കൺഫേം കിട്ടിയിട്ട് ഞാൻ പറയാം. അപ്പം 2 എവിക്ഷൻ ഉണ്ട് ഈ ഒരു ആഴ്ച. സാറ്റർഡേ ഒന്നും സൺഡേ എപ്പിസോഡിൽ ഒരെണ്ണവും കാണിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. എന്താണെന്നുണ്ടെങ്കിലും മച്ച് എവൈറ്റഡ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ റാണവിന്റെ നടന്നിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ആരെ സേവ് ചെയ്യാൻ വേണ്ടി നടത്തിയതാണെന്നുണ്ടെങ്കിലും ഒടുവിൽ ഫിനാലയ്ക്ക് മുമ്പ് റാണവിനെ തൂക്കിയെറിഞ്ഞത് വളരെ നന്നായി. എന്തായാലും അരുൺ, പവിത്ര എന്നിവർക്കൊക്കെ ഒരാഴ്ച കൂടി അവിടെ നിൽക്കാനുള്ള അവസരവും കിട്ടി. റാണവിനെ പോലെ തന്നെ മഞ്ചരി, അതുപോലെ തന്നെ പവിത്ര, അരുൺ എന്നിവരൊക്കെ ഇതിനകത്ത് വേസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അപ്പൊ റാണവിനെ വെച്ച് നോക്കുമ്പോൾ റാണവ് തന്നെയാണ് പോകാൻ കൂടുതൽ യോഗ്യനായിട്ടുള്ള ഒരാൾ. അപ്പൊ അടുത്തൊരു എവിക്ഷൻ ആരാണെന്നുള്ള വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.